യേശു സ്നേഹിച്ച് പ്രാണൻ പോലും എനിക്കായി നൽകിയതല്ലേ ഈ ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം ഇന്നെന്നുള്ളിൽ വരുമ്പോൾ ആനന്ദത്തോടെന്റെ ഉള്ളം സ്വർഗമാകുന്നു. ഈശോ സ്വന്തമാകുന്നു. ദിവ്യകാരുണ്യം ഇന്നെന്നുള്ളിൽ വരുമ്പോൾ ആനന്ദത്തോടെന്റെ ഉള്ളം സ്വർഗമാകുന്നു. ഈശോ സ്വന്തമാകുന്നു. വസ്ത്രാഞ്ചലത്തിൽ തൊട്ട നേരം കടൽ പോലൊഴുകി നിൻ കാരുണ്യം. വസ്ത്രാഞ്ചലത്തിൽ തൊട്ട നേരം കടൽ പോലൊഴുകി നിൻ കാരുണ്യം. യോഗ്യതയിന്നിൽ തെല്ലുമില്ലേലും അറിയാതെ നീ തലോടുമീ കാരുണ്യം. ഈ ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം ഇന്നെന്നുള്ളിൽ വരുമ്പോൾ ആനന്ദത്തോടെന്റെ ഉള്ളം സ്വർഗമാകുന്നു. ഈശോ സ്വന്തമാകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളുടെ പാപപരിഹാരത്തിനു വേണ്ടി അങ്ങേറ്റ പീഡകളെ ഓർത്ത്, അങ്ങ് മനുഷ്യനായി അവതരിച്ചതിനെ ഓർത്ത്, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന് നിയമത്തിന് അധീനനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചതിനെ ഓർത്ത് കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയാക്കി ഞങ്ങളുടെ പാപത്തിന്റെ കടങ്ങള്, ശാപത്തിന്റെ അവസ്ഥകള്, മരണത്തിന്റെ എല്ലാ ആധിപത്യങ്ങള്, സാത്താന്റെ എല്ലാ അവകാശങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കടങ്ങളും തീർത്തുകൊണ്ട് ഞങ്ങൾക്കായി എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഞങ്ങളെ വിടുവിച്ച് ജീവൻ നൽകി രക്ഷയിലേക്ക് നയിച്ച ആ വലിയ കാരുണ്യമാണല്ലോ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അനുഭവിക്കും. ആ വലിയ കരുണയിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയം അങ്ങയുടെ കുരിശുമാനത്തിന്റെ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും അതിശക്തമായിട്ട് അനുഭവിച്ചറിയുവാൻ ഈ കരുണയുടെ മണിക്കൂറിൽ, ഈ കരുണയുടെ പ്രവാഹത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിങ്കിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഇവിടെ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ദിവ്യകാരുണ്യത്തിൽ തീരാത്ത പ്രശ്നം ഈ ലോകത്തിലില്ല. കർത്താവേ, അങ്ങയുടെ കരുണയിലേക്ക് തിരിഞ്ഞ് ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങയിൽ ശരണപ്പെട്ട് അങ്ങയിൽ വിശ്വസിച്ച് അങ്ങേറ്റു പറഞ്ഞ് അങ്ങയുടെ വലിയ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളിലേക്ക് അങ്ങയുടെ ശക്തമായ ഇടപെടലും അങ്ങയുടെ ശക്തമായ കരുണയുടെ പ്രവാഹവും ഈ മക്കൾക്ക് ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, ഞങ്ങളുടെ ബിസിനസ് ജോലി മേഖലകളിലേക്ക്, ഉപജീവന മാർഗങ്ങളിലേക്ക്, ഫാക്ടറികളിലേക്ക്, കടകളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന വാഹനങ്ങളിലേക്ക് ഈശോയെ അങ്ങയുടെ വലിയ സാന്നിധ്യം അതിശക്തമായി കാരുണ്യമായിട്ട് നിറഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ അതിശക്തമായ ഇടപെടലിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വലിയ ദാഹത്തോടെ നമ്മയും നമുക്കുള്ളവരെയും നമുക്കുള്ള സകലതിനെയും സമർപ്പിച്ചുകൊണ്ട്
നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഏറ്റെടുക്കണമേ കർത്താവേ, ജീവിതത്തിലേക്ക് അവിടുത്തെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. അങ്ങയുടെ കുരിശുമാന ശക്തി ഞങ്ങൾ വ്യാപരിക്കട്ടെ. മാറാ രോഗങ്ങളിലേക്ക്, തീരാവ്യാധികളിലേക്ക്, കാലഘട്ടത്തിന്റെ പഴക്കം ചെന്ന് അടിമത്ത ദുശീല തർക്കദോഷങ്ങളിലേക്ക്, പൈശാചിക പീഡകളിലേക്ക്, ആഭിചാരത്തിന്റെയോ മന്ത്രവാദത്തിന്റെയോ ക്ഷുദ്രശക്തികളുടെയോ ഹലാലിന്റെയോ ശക്തികളിലേക്ക് സാധാരണ കടന്നു വരുവാൻ ഇടയായ ഓരോ മേഖലകളിലേക്കും ഈശോയെ അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. അങ്ങയുടെ ജീവന സമൃദ്ധിയായി ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. ഈശോയെ ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾ അടിമത്തത്തിലാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യവും വിടുതലും നൽകണമേ. ഞങ്ങൾ സാത്താന്റെ പല പിടികളിൽ പെട്ടിരിക്കുന്നു. ഈശോയെ അങ്ങ് ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപകളെ ഓർത്ത്, അനുഗ്രഹത്തെ ഓർത്ത്, ശക്തമായ ഇടപെടലിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. നിസ്സഹായതകളിലേക്ക്, ഞങ്ങളുടെ പറ്റായ്മകളിലേക്ക്, ഞങ്ങളുടെ പോരായ്മകളിലേക്ക്, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് ഈശോയെ അങ്ങ് കടന്നു വരണമേ. ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് കർത്താവിന്റെ കരുണയുടെ ശക്തമായ പ്രവാഹം കുത്തൊഴുക്കായി നിറയട്ടെ, ഒഴുകട്ടെ, കവിയട്ടെ. ഈശോ ആരാധന, ആരാധന, മഹത്വം, 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 സ്തുതി, സ്തുതി, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈശോയേ നന്ദി കർത്താവേ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ. ഈശോയെ ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ഈശോയെ ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ചേർന്ന് ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ദിവ്യകാരുണ്യീശോയെ അങ്ങേക്കല്ലാതെ ഞങ്ങളെ രക്ഷിക്കുവാനോ, ഞങ്ങളെ മോചിപ്പിക്കുവാനോ, ഞങ്ങൾക്ക് സൗഖ്യം നൽകാനോ, ഞങ്ങൾക്കൊന്നും ചെയ്യാനോ കർത്താവേ അങ്ങയിലൂടെ അല്ലാതെ ഞങ്ങൾക്ക് സാധ്യമല്ല. അങ്ങ് സർവാധിപനാണ്. അങ്ങാണ് ഞങ്ങളുടെ ബലം, അങ്ങാണ് ഞങ്ങളുടെ കോട്ട, അങ്ങയാണ് ഞങ്ങളുടെ ശക്തി. അങ്ങില്ലാത്തൊരു ജീവിതം, അങ്ങേ കൂടാതൊരു ജീവിതം ഞങ്ങൾക്ക് ആർക്കുമേ സാധ്യമല്ലല്ലോ കർത്താവ്. കർത്താവിന്റെ വലിയ കരുണയിലേക്ക്, കർത്താവിന്റെ വലിയ സ്നേഹത്തിലേക്ക് ഇത് അങ്ങയുടെ മക്കളെ കരുണയുടെ മണി കടന്നു വരുമ്പോ കർത്താവ് ഞങ്ങളുടെ പാപാവസ്ഥകള്, നിസ്സഹായ അവസ്ഥകള്, ബലഹീനമാക്കപ്പെട്ട അവസ്ഥകള്, രോഗത്തിന്റെ മേഖലകള്, വഴിതെറ്റിപ്പോയ മക്കളുടെ നൊമ്പരങ്ങള്, കർത്താവേ ഉറക്കമില്ലാത്ത രാത്രികള്, ചില കൊച്ചു കാര്യങ്ങൾ പോലും ഞങ്ങൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു. ആകുലത, വലിയ ടെൻഷൻ, ഉറക്കക്കുറവ് സ്വയം ഞങ്ങളെ വേട്ടയാടുന്നു. സ്വയം അങ്ങയുടെ വലിയ ഇടപെടൽ ഞങ്ങൾക്ക് വേണം. അങ്ങയെ ഞങ്ങൾക്ക് വേണം. അങ്ങ് ഞങ്ങളുടെ ജീവിതം ഏറ്റെടുക്കണം. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണം. അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ കർത്താവേ ഞങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെ അങ്ങ് പറഞ്ഞില്ലേ, നിങ്ങൾ ശാന്തരായിരുന്നാ മതി. ആ വലിയ ശാന്തത ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതത്തിന്റെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ പഠനത്തിന്റെ,
ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തിന്റെ, ജോലി മേഖലകളുടെ, എന്റെ പൗരോഹിത്യത്തിന്റെ, സഭയുടെ, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ, ഇവിടെ എല്ലാ ശുശ്രൂഷകളുടെയും നിയന്ത്രണം യേശുവേ അങ്ങ് ഏറ്റെടുത്ത് യുദ്ധം അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ കർത്താവേ. വലിയ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ഏറ്റുപറയുന്നു കർത്താവേ. അങ്ങാണ് ദൈവം, അങ്ങാണ് കോട്ട, അങ്ങാണ് ശക്തി, അങ്ങാണ് ഞങ്ങളുടെ സർവസ്വവും. വലിയ വിശ്വാസത്തോടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് നമ്മുടെ കർത്താവിനെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ എല്ലാ അവസ്ഥകളോടും കൂടി ദിവ്യ കാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഈശോയെ ഏറ്റുപറയാം. വിശ്വാസത്തോടെ, ശരണത്തോടെ, അതിലേറെ സ്നേഹത്തോടെ നമ്മുടെ കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുപാടാം, ഏറ്റു പറയാം. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശക്തിയും എന്റെ കോട്ടയും നീ മാത്രമേ. എല്ലാവരും ചേർന്ന് പാടിക്കേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ യേശുനാഥ നീ എൻ ശക്തി, നീ എൻ ശക്തിയും എന്റെ കോട്ടയും നീ മാത്രമേ. കർത്താവേ, അങ്ങ് പറഞ്ഞില്ലേ, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊളിവും നിഷ്ഫലമാണ്. പ്രഭാഷണ പുസ്തകത്തില് 2:10 അങ്ങ് പറഞ്ഞില്ലേ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? നിങ്ങൾ തലമുറകളെ നോക്കുവിൻ. കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ ശരണപ്പെട്ടിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളതെന്ന്. കർത്താവെ, അങ്ങയിൽ ആശ്രയിച്ചിട്ടാണ് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഈ സമയം തിരുമുമ്പിലായിരിക്കുന്നത്. ഞങ്ങൾ ഭഗ്നാശരാകാനോ നിരാശപ്പെട്ട് തകർന്നു പോകാനോ അനുവദിക്കല്ലേ കർത്താവെ. ചിലപ്പോഴെങ്കിലും ഞങ്ങൾക്ക് തോന്നിപ്പോയിട്ടുണ്ട്, അങ്ങയിൽ ആശ്രയിച്ചിട്ട് അങ്ങയിൽ ശരണപ്പെട്ടിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളൊക്കെ വരുന്നല്ലോ, നിരാശകളുടെ കാരണങ്ങൾ വരുന്നല്ലോ എന്നൊക്കെ. സ്വയെ അങ്ങയുടെ വചനം സത്യമാണ്, അങ്ങ് വിശ്വസ്തനാണ്, അങ്ങ് സർവാധിപനാണ്. കർത്താവേ, ഞങ്ങളുടെ ഏതെങ്കിലും കുറവുകൾ, അവിശ്വാസം, അവിശ്വസ്തത ഒക്കെ ഉണ്ട് കർത്താവേ, അതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അങ്ങ് ഞങ്ങളെ വിടുവിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതേത് മേഖലയിലാണോ, തടസ്സങ്ങൾ, ചില പൈശാചിക പീഡകൾ, നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ, പഠന മേഖലകളിൽ, മക്കളുടെ കാര്യത്തിൽ, കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ, ഓരോ മേഖലകളിലും, അത് സഭയിൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥകളിൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിന് ശക്തമായ സ്നേഹത്തിന്റെ കുത്തൊഴുക്ക് ഈ പ്രശ്ന സങ്കുചിതമായ ഒത്തിരി കലുഷിതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അതോടൊപ്പം തന്നെ ശത്രുവാകുന്ന പിശാചിനെ തിരിച്ചറിഞ്ഞ് അവനെ ചേർത്ത് നിന്ന് അവനെ തകർത്തെറിയാൻ കരുത്തുള്ള ഒരു അഭിവന്യ പിതാവിനെ കർത്താവെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ കഴിവ് കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ ശക്തി കൊണ്ടോ സഭയെ നയിക്കാനോ ഈ ലോകത്തില് പിശാചിന് ശക്തമായ ആക്രമണവും ആധിപത്യവും അതുപോലെ നിറഞ്ഞിരിക്കുമ്പോ കർത്താവേ, അതിസ്വാഭാവികമായ കൃപകൾ നിറഞ്ഞ് അങ്ങയുടെ ശക്തിയാൽ നിറഞ്ഞിട്ടല്ലാതെ സഭയെ നയിക്കുവാൻ ഒരു പിതാവിനും സാധ്യമല്ല. അതുകൊണ്ട് കർത്താവേ, അങ്ങയുടെ വലിയ ഇടപെടലിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമാണ്, എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അനേക മക്കളാണ് പല പല വേദനകളോടെ, ദുഃഖഭാരങ്ങളോടെ, ജീവിതത്തിൽ പല പല തടസ്സങ്ങളോടെ നമ്മുടെ ആരാധനയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ സമയം ലൈവായിട്ട് അനേക മക്കള് നിരവധിയായ പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതി പറയുന്നുണ്ട്. ഈശോയെ,
അങ്ങ് ഇതെല്ലാം കാണണമേ. അങ്ങയുടെ തിരുമുമ്പിലേക്ക് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നെടുവീർപ്പോടെ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി ഈ സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ, കർത്താവേ, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരവ് ലഭിക്കാതെ വേദനിക്കുന്ന മക്കൾ ഏറെയുണ്ട്. അച്ഛാ, 10 വർഷമായി 20 വർഷമായി വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ അങ്ങനെ ഒത്തിരിയേറെ കാലഘട്ടത്തിന്റെ ദൈർഘ്യം പറഞ്ഞുകൊണ്ട് അനേക മക്കള് ഈശോയെ കണ്ണീരോടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കുരിശുമരണം ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന, ഞങ്ങളെ വീണ്ടെടുക്കുന്ന, രക്ഷിക്കുന്ന ശക്തിയാണല്ലോ. ആ വലിയ ശക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് വലിയ അഭിഷേകത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം മക്കളെ. ദിവികാരൻ ഈശോയെ, ആത്മാർത്ഥമായ തിരിച്ചറിവോടെ ഞങ്ങളുടെ എല്ലാ നിസ്സഹായതകളും ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഒന്നും മറച്ചു പിടിക്കാതെ ഞങ്ങളുടെ പാപങ്ങള്, അകൃത്യങ്ങള്, വീണ്ടും വീണ്ടും വീണു പോകുന്ന പാപങ്ങള്, അനുസരണക്കേട്, അവിശ്വാസം, അവിശ്വസ്തത, അശുദ്ധി, നൈമിഷികമായ ജഡിക സുഖത്തിനു വേണ്ടിയുള്ള ചില ജഡിക പാപങ്ങൾ, മദ്യപാനത്തിന്റെ മേഖല, ദുശീലങ്ങൾ, വെറുപ്പ്, വാശി, കുറ്റം പറച്ചില്, വൈരാഗ്യം, മറ്റുള്ളവരുടെ സ്നേഹരാഹിത്യം, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ കുറവുകള്, പോരായ്മകള് ഞങ്ങൾ കാണുന്നു. ഈശോയെ, ഈ കുറവുകളിലേക്ക്, ഈ പോരായ്മകളിലേക്ക് അങ്ങയുടെ കരുണ ചൊരിഞ്ഞ് അങ്ങയുടെ സ്നേഹത്താലും ശക്തിയാലും കൃപയാലും അങ്ങ് ഞങ്ങളെ നിറച്ച് ഈ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിന് വിശുദ്ധി നൽകണമേ, മനസ്സിന് ശക്തി നൽകണമേ, ആത്മാവിന് ദൈവിക ചൈതന്യം നിറച്ചു നൽകണമേ. അങ്ങനെ ഞങ്ങൾ ആത്മശരീര വിശുദ്ധിയോടെ ഞങ്ങൾ അങ്ങയുടെ സ്വന്തമായി തരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ കൃപയ്ക്കായി, അഭിഷേകത്തിനായി, ശക്തിക്കായിട്ട് ഈശോയെ അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. ഈശോയെ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. സ്വർഗത്തിന്റെ സഹായം ഈശോയെ ഞങ്ങൾക്ക് കൂടിയേ തീരൂ. അങ്ങയുടെ വലിയ സഹായത്തിനു വേണ്ടി അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ കൃപ, അങ്ങയുടെ ശക്തമായ അഭിഷേകം സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ രോഗപീഠകള്, ഒത്തിരി സഹനങ്ങള്, ഒത്തിരി നൊമ്പരങ്ങള് കർത്താവേ, ചിലതൊക്കെ സഹിക്കേണ്ടതുണ്ട്. അത് സഹിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് വേണം. കർത്താവേ, അങ്ങയോട് ചേർന്ന് ഏതാവസ്ഥ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് വേണം. അതോടൊപ്പം തന്നെ കർത്താവേ, അങ്ങയുടെ ആശ്വാസവും അങ്ങയുടെ സൗഖ്യവും അങ്ങയുടെ വിടുതലും ഞങ്ങൾ അനുഭവിച്ചറിയണം. കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, ഞങ്ങളുടെ അവസ്ഥകളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സഹായത്തിനായിട്ട്, അങ്ങയുടെ ശക്തിക്കായിട്ട്, അങ്ങയുടെ ശക്തമായ ഇടപെടലിനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാം സമർപ്പിക്കുക മക്കളെ. കടബാധ്യത, ജോലിയില്ലാത്ത അവസ്ഥ, കച്ചവടം നടക്കാത്ത അവസ്ഥ, കടബാധ്യതയില് സ്ഥലം വിറ്റാലേ കടം വിട്ടാൻ പറ്റത്തുള്ളൂ. എന്നാൽ സ്ഥലം ഒത്തിരിയേറെ തടസ്സപ്പെട്ടു നിൽക്കുന്ന മേഖലകൾ, വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല, അതിന് തടസ്സങ്ങള്, ഒത്തിരിയേറെ തടസ്സങ്ങളാൽ നേരിടുന്ന ഓരോ മേഖലകളും ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ജോലി കിട്ടുന്നില്ല, നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടും വിജയം കൈവരിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര അലസത, ചില ദുശ്ശീലങ്ങള്, അടിമപ്പെട്ട് കിടക്കുന്നു, മൊബൈൽ അടിമത്തം, ജഡിക പാപത്തിന് അടിമത്തം, തെറ്റായ സ്നേഹബന്ധ അടിമത്തം. ഈ മേഖലകളിലൊക്കെ സ്വർഗത്തിന്റെ സഹായത്താലും കൃപയുടെ സമൃദ്ധിയാലും അതിന് വിമോചനം ലഭിക്കാൻ വേണ്ടി കർത്താവിന്റെ വലിയ സഹായം, അവിടുത്തെ കരുണയുടെ വലിയ ശക്തമായ പ്രവാഹം ഈ മേഖലകളിലൊക്കെ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ കൃപയ്ക്ക് വേണ്ടി എല്ലാ മക്കളും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. കൃപ ചൊരിയൂ ദൈവമേ, ഈശോയേ, ദൈവ
കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. കർത്താവേ, വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലുമായിരിക്കുന്ന, മരണാസന്നരായ മരണക്കിടക്കയിൽ കിടക്കുന്ന ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അവർക്ക് വേണ്ട ആശ്വാസം, അവർക്ക് വേണ്ട സമാധാനം, വാർദ്ധക്യത്തിൻ്റെതായ വേദനകള്, ദുഃഖഭാരങ്ങള്, ഏകാന്തതകള്, ഒറ്റപ്പെടുത്തലുകളും തിരസ്കരണങ്ങളും ഒക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നേരിടുമ്പോൾ ഈശോയെ, അതെല്ലാം പിറുപിറുപ്പില്ലാതെ നിരാശപ്പെടാതെ ആ വേദനകള്, സങ്കടങ്ങള് അങ്ങയുടെ കുരിശോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രായമായവര്, മരണാസന്നര്, രോഗികളായ മക്കള് അനുഭവിക്കുന്ന എല്ലാ വേദനകളും, എല്ലാ രോഗപീഠകളും, എല്ലാ നൊമ്പരങ്ങളും ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയുടെ കുരിശോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതെല്ലാം അവർക്ക് സമാധാനത്തിനും വിശുദ്ധീകരണത്തിനും സൗഖ്യത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും വലിയൊരു അഭിഷേകത്തിന്റെ കൃപയുടേതായിട്ട് മാറ്റുവാൻ അവിടുത്തെ വലിയ അഭിഷേകം, വലിയ കൃപ വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലും മരണാസന്നായി കഴിയുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ വലിയ കൃപയൊഴുക്കി അതിനെല്ലാം അഭിഷേകമാക്കി മാറ്റണമേ എന്ന്, വിശുദ്ധീകരണത്തിന്റെ വലിയ ശക്തിയായി മാറ്റണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ചൊരിയൂ ദൈവമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ദൈവ കൃപ ചൊരിയൂ. ആത്മാവിന് ശക്തി നിറയട്ടെ. യേശുവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ആത്മീയമായിട്ട് ഞങ്ങൾക്ക് അങ്ങ് നൽകിയ മക്കൾ ഏറെയുണ്ട്. കുടുംബത്തിൽ പിറന്ന മക്കള്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് എല്ലാവരെയും സമർപ്പിച്ച് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനോട് നന്ദി പറയുന്നു. കർത്താവേ, മക്കള് ഇപ്പോൾ പല സ്ഥലങ്ങളിലാണ്. വിദേശത്തായിരിക്കുന്ന മക്കള്, പഠിക്കാൻ വേണ്ടി ദൂരത്തായിരിക്കുന്ന മക്കള്, പരീക്ഷയ്ക്കായിട്ട് പോയിരിക്കുന്ന മക്കള്, വീട്ടിലായിരിക്കുന്ന മക്കള്, ഒത്തിരിയേറെ അലസതയിൽ പെട്ടുപോയ മക്കള്, മൊബൈൽ അടിമപ്പെട്ടു പോയ മക്കള്, ഗെയിമുകൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, തെറ്റായ സ്നേഹബന്ധപ്പെട്ട് അങ്ങയെപ്പോലെ വിട്ടുപേക്ഷിച്ച് ലവ് ജിഹാദിന്റെയും മറ്റു പൈശാചികമായ മിശ്ര വിവാഹത്തിന്റെയും തെറ്റായ അന്യമതസ്ഥരുമായുള്ള സ്നേഹബന്ധത്തിലും അടിമപ്പെട്ടു പോയിരിക്കുന്ന മക്കൾ, മയക്കുമരുന്നിലും കഞ്ചാവിലും മദ്യത്തിനുമൊക്കെ അടിമപ്പെട്ടു പോയ മക്കള്, കർത്താവെ, ജോലിയില്ലാതെ അലസമായിട്ട് കഴിയുന്ന മക്കള്, പഠനത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കള്, കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും ജോലി കിട്ടാത്ത മക്കള്, രോഗത്താൽ വേദനിക്കുന്ന മക്കള്, രോഗം വന്നിട്ട് മാറാതെ അതിലൊത്തിരിയേറെ വേദനിക്കുന്ന മക്കള്. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ പലവിധ അവസ്ഥകളും നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കൃപയാൽ നിറച്ച് ശക്തിയാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാൻ മനസ്സില്ലാത്ത മക്കള്, ഇനി വിവാഹം ആലോചിച്ചിട്ടും വിവാഹത്തിനുള്ള അനുയോജ്യരായ ജീവിത പങ്കാളികളെ കിട്ടാതെ വേദനിക്കുന്ന മക്കൾ, ഈശോയെ, അങ്ങയുടെ മക്കളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും അങ്ങയുടെ കൃപയാൽ നിറച്ച് അവിടുന്ന് തന്നെ നടത്തണമേ. വിവാഹം നടത്തണമേ. ജോലി ആ മക്കൾക്ക് നൽകണമേ. വിജയം നൽകണമേ. വിശുദ്ധിയിൽ കാത്തു സംരക്ഷിക്കണമേ. സാത്താൻ തൊടാതെ അന്യമതസ്ഥരുമായിട്ട് പൈശാചിക ബന്ധനങ്ങൾ കടന്നു വരാതെ വിശുദ്ധിയില് പാരമ്പര്യത്തിന്റെ വചനത്തിന്റെ കൂദാശയുടെ എല്ലാം അടിസ്ഥാനത്തില് സ്വർഗത്തിന്റെ പൗരത്വത്തിന്റെ ശക്തി അനുഭവിച്ച് ഞങ്ങളുടെ മക്കൾ കരുത്തോടെ തിന്മയെ, ലോകത്തെ, പിശാചിനെ പരാജയപ്പെടുത്തി മുന്നേറാനുള്ള വലിയ കൃപയും അഭിഷേകവും നൽകണമേ എന്ന് ആ വലിയ കൃപ നിറച്ച് ഞങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തി സ്വർഗത്തിന്റെ സഹായത്തിൽ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഈശോയെ, ഞങ്ങളുടെ എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ചൊരിയൂ ദൈവമേ. ദൈവ കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ
കൃപ ചൊരിയൂ. കർത്താവേ, കത്തോലിക്ക സഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഭാധികാരികൾ എല്ലാവരെയും സഭയ്ക്കും വിശ്വാസ ജീവിതത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട അഭിവന്ദ മാർപ്പാപ്പയെയും പരിശുദ്ധ പിതാവിനെയും കർദിനാൾമാരെയും എല്ലാ ബിഷപ്പുമാരെയും എല്ലാ വൈദികരെയും എല്ലാ സന്യാസിമാരെയും എല്ലാ അധികാരികളെയും എല്ലാ ആത്മായ പ്രേക്ഷിതരെയും കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. പല ഗവൺമെന്റുകളും സാധാരണ പിടിയിൽ അമർന്നിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ പിടിയിലാണ്. മാധ്യമങ്ങൾ സാധാരണ പിടിയിലാണ്. സിനിമകൾ സാധാരണ പിടിയിലാണ്. സെലിബ്രിറ്റീസ് സാധാരണ പിടിയിലാണ്. സമ്പത്ത് സാധാരണ പിടിയിലാണ്. പല ബിസിനസ്സുകളും സാധാരണ പിടിയിലാണ്. ഹോളിവുഡ് സാധാരണ പിടിയിലാണ്. സ്വയേ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങല്ലാതെ ആരുമില്ല ഇന്ന്. അതുപോലത്തെ ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുന്നു. കർത്താവേ, അങ്ങല്ലാതെ അങ്ങയുടെ മക്കൾക്ക് ഈ ലോകത്തിലെ യാതൊരു സഹായവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുന്നത് സത്യം ഞങ്ങൾ അറിയുന്നു. സമ്പത്ത് ഞങ്ങൾക്ക് അനുകൂലമല്ല. ലോകരാജ്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമല്ല. ഗവൺമെന്റുകൾ ഞങ്ങൾക്കും അങ്ങേക്കും അനുകൂലമല്ല. സ്വയേ ഈ സമയം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നുണ്ടല്ലോ, ദൈവം പ്ലസ് ഒരു മനുഷ്യനും ഒരു സൈന്യമാണ്. ഒരു മനുഷ്യൻ മതി. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതൊരു മഹാസൈന്യമാണ്. ഈ യുദ്ധത്തിൽ കർത്താവേ, ഞങ്ങളിതാ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കുള്ളൂ. യുദ്ധം ചെയ്യിക്കാൻ അങ്ങ് വേണം കൂടെ. കർത്താവേ, അങ്ങയോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ലോകത്തിനെതിരെ, സമ്പത്തിനെതിരെ, ലോകം വ്യാമോഹങ്ങൾക്കെതിരെ കർത്താവേ വലിയ യുദ്ധം നയിക്കാൻ ശക്തിയായി, അഭിഷേകമായി, കൃപയായി, സാന്നിധ്യമായി അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ അഭിഷേകം, വലിയ ശക്തി, വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവ വേദ്യമാക്കി തരണമേ എന്ന് സ്വയേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. യേശുവേ, കൃപ ചൊരിയണമേ. യേശുവിൻ കൃപ ചൊരിയൂ. ആത്മാവിന്റെ കൃപശക്തി, ആത്മാവിൻ കൃപ ചൊരിയൂ. ദിവ്യകാരുണ്യശോയെ, മക്കളെ ഓർത്ത് വേദനിച്ച് കരയുന്ന അനേകം മാതാപിതാക്കളുണ്ട്. മക്കളെ ഓർത്തുള്ള ഞങ്ങളുടെ വേദനകള്, ആകുലതകള്, ആശങ്കകള്, സങ്കടങ്ങള്, ഉത്കണ്ഠങ്ങള് ഞങ്ങൾ അങ്ങയെ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ മക്കളുടെ പോക്കിനെ ഓർത്ത്, ഞങ്ങളുടെ മക്കളുടെ അനുസരണക്കേടിനെ ഓർത്ത്, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയിൽ വിശ്വാസമില്ലാത്തതിനെ ഓർത്ത് സ്വയം വേദനിക്കുന്നവരാണ് മാതാപിതാക്കളായ ആത്മീയ പിതാക്കന്മാരായ ഞങ്ങൾ ഓരോരുത്തരും. മാതാപിതാക്കളുടെ മക്കളെ കുറിച്ചുള്ള സങ്കടങ്ങൾ കേട്ട് കർത്താവേ, മനസ്സ് മരവിച്ച പോലെ ആയിത്തീരുന്നു. അതുപോലെയാണ് പ്രശ്നങ്ങൾ. എല്ലാ മക്കളുടെ അവസ്ഥകളെ സമർപ്പിക്കുമ്പോൾ ഈ മാതാപിതാക്കളുടെ വേദനകൾ, 10 മാസം ചുമന്ന് കഷ്ടപ്പെട്ട് വളർത്തി 18 വയസ്സായപ്പോ അപ്പനെയും വിട്ട് അമ്മേനെയും വിട്ട് പടിയിറങ്ങി തോന്നിവാസം പോകുന്ന മക്കള്, പ്രായപൂർത്തി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുറച്ച് പ്രായമാകുമ്പോ മാതാപിതാക്കൾ അനുസരിക്കാതെ അവരെ വേദനിപ്പിച്ച് അവരിൽ നിന്ന് എല്ലാം ഊറ്റിയെടുത്ത് കർത്താവേ, അതിൻ്റെയൊക്കെ നൊമ്പരം പേർന്ന മാതാപിതാക്കൾ നേരെയാണ്. മാതാപിതാക്കളുടെ സങ്കടങ്ങള്, കണ്ണുനീര്, നെടുവീർപ്പുകള്, പൈസ മുഴുവൻ കൊണ്ടേ നശിപ്പിച്ച് തകർത്ത് കളഞ്ഞിട്ടും എന്നിട്ട് ഒച്ചപ്പാടും ബഹളവും വെച്ച് മാതാപിതാക്കളുടെ മല്ലടിക്കുന്ന മക്കള്. കർത്താവ്, ഈ മക്കളുടെ എല്ലാ അവസ്ഥകളും സമർപ്പിക്കുമ്പോ അതിന് വിധേയരായി പോയ എല്ലാ മാതാപിതാക്കളുടെ, ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരുടെ കണ്ണുനീരും സങ്കടങ്ങളും അങ്ങയുടെ കുരിശോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ കുരിശു മനത്തിന്റെ അപരിമയമായ ശക്തിയാൽ ഞങ്ങളുടെ എല്ലാ മക്കളെയും എല്ലാ അടിമത്തത്തിൽ നിന്നും പൈശാചിക പീഡയിൽ നിന്നും എല്ലാ ബന്ധത്തിൽ മോചിപ്പിക്കണമേ. എല്ലാ കെട്ടുകളും പൊട്ടിക്കണമേ. അവിടെ തന്നെ കർത്താവേ, ദൈവിക പ്രകാശത്താൽ ആ മക്കൾ നിറച്ച് സത്യം തിരിച്ചറിഞ്ഞ് സാത്താൻ കണ്ണുകെട്ടിയ പോലെ ഞങ്ങളുടെ മക്കളെ പാപത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുമ്പോ
കണ്ണ് തുറന്ന് ഇത് നാശത്തിലേക്കാണ്, പൈശാചികമാണെന്ന് മനസ്സിലാക്കി അങ്ങയിലേക്ക് തിരിച്ചു വരുവാൻ ഞങ്ങളുടെ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. കർത്താവ് അതിനു വേണ്ടി വലിയ അഭിഷേകമായി, കൃപയായി, ശക്തിയായി ഞങ്ങളുടെ മക്കളിലേക്ക് സ്വർഗത്തിന്റെ സഹായം ചൊരിയണമേ എന്ന് ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. കർത്താവിന്റെ തിരുസന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിക്കാം. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തേക്കൊന്ന് സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായിരിക്കാം, പല അവസ്ഥകളെ ഓർത്ത് കർത്താവിനെ ഏൽപ്പിക്കും. മക്കളെ ഓർത്തൊരു നൊമ്പരങ്ങൾ, വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കുന്നില്ല. ചില മക്കൾക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്നു. ചില മക്കൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. പ്രായം കഴിഞ്ഞു, ഒത്തിരി പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വേദനിക്കുന്ന മക്കളേറെയുണ്ട്. അലസമായിട്ട് യുവത്വത്തിന്റെ കാലഘട്ടം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഒരു ജോലിയിലേക്കോ ഒരു ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ പോയ മക്കൾ, നഷ്ടബോധത്തിന്റെ നിരാശയിൽ കഴിയുന്ന മക്കൾ, അവനവന്റെ കാരണത്താലും അല്ലാതെയും കർത്താവ് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. സീറോ മലബാർ സഭയെയും കത്തോലിക്ക സഭയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, ചില തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിടുന്നു. ആത്മീയ ശുശ്രൂഷകളിൽ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ മക്കളെ. ഉടനെ എല്ലാ അഭിഷിക്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആത്മീയ ശുശ്രൂഷയിൽ തീഷ്ണതയിൽ മാന്ദ്യം വരാതെ കർത്താവിനെ വേണ്ടി ജ്വലിക്കാൻ, ദിവ്യകാല സരതിലിരുന്ന് പ്രാർത്ഥിക്കാൻ ഇവിടെയുള്ള അഭിഷിക്തർക്ക് ഒരു വലിയ മനസ്സും അതിനുവേണ്ടി അഭിഷേകവും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈ ലോകത്തില് അരൂപിക്ക് അടിമപ്പെട്ടു പോകാതെ എല്ലാ വൈദികരും സന്യസ്തരും കർത്താവിന്റെ അഭിഷേകത്താൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ തിരുസന്നിധിയിൽ എല്ലാ മേഖലകളിലും അവിടെ ശക്തമായ ഇടപെടലിനു വേണ്ടി നിശബ്ദമായിട്ട് ഈ സമയം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ അതിശക്തമായി ഒഴുകുന്ന ഈ കരുണയുടെ മണിക്കൂറിൽ കർത്താവിന്റെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയ കരുണ നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കും ചൊരിയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ സമർപ്പിച്ച ഓരോ മേഖലകളും കർത്താവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ഈ വലിയ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കരുണയ്ക്കായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ എല്ലാ അവസ്ഥകളെ, നമ്മുടെ ജോലികൾ, നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ ഉപജീവന മാർഗങ്ങൾ, പക്ഷി വളർത്തു മൃഗാദികൾ, നമ്മുടെ സഭ, നമ്മുടെ പൗരോഹിത്യം വലിയൊരു കൂട്ടായ്മയിൽ സ്നേഹത്തോടെ, ഐക്യത്തോടെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് അവിടുത്തെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങൾ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ നമുക്ക് കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ കരുണാർദ്രമായ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വീടുകളാണല്ലോ ക്രൈസ്തവ കുടുംബങ്ങൾ ഓരോന്നും. ആ കരുണയുടെ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങളെ പൊതിഞ്ഞു പിടിക്കാനും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സ്നേഹിച്ച് എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷോ വൈരാഗ്യോ സങ്കടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെയൊക്കെ നന്ദിയോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ഓരോ നിയോഗങ്ങള് പ്രാർത്ഥനകള് അവസ്ഥകള് ഒരു ഹൃദയത്തോടെ ഒരേ മനസ്സോടെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും
ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മുടെ സീറോ മലബാർ സഭയെ പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. സഭയിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ സമയം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറഞ്ഞ് ആത്മീയമായ കൃപകളാൽ നിറയപ്പെട്ട് സ്വർഗത്തിന് സഹായം തേടി സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ അഭിവന്യ നമ്മുടെ പിതാവിനിടയാകും. പലർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ സഭാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവൃത്തി സീറോ മലബാർ സഭയിൽ അതുപോലെ ഉണ്ടാകണം. ഒത്തിരി മാധ്യമങ്ങൾ, മീഡിയകൾ വെറുപ്പും വൈരാഗ്യവും കുറ്റവും തെറിയും ഒക്കെ വിളിച്ച് ഒത്തിരി പൈശാചിക ശക്തികളെ വിളിച്ചു വരുത്തി ഭിന്നതയും വാശിയും വഴക്കുമൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സാത്താന്റെ ശക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടാൻ കരുത്തുള്ള നേതൃത്വം, അൽമായര്, വൈദികര്, സന്യസ്തര് എല്ലാവരും ഈ കാലഘട്ടത്തിൽ മാറണ സഭയിൽ പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സീറോ മലബാർ സഭയുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സീറോ മലബാർ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സീറോ മലബാർ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സീറോ മലബാർ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സീറോ മലബാർ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സീറോ മലബാർ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സീറോ മലബാർ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സീറോ മലബാർ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സീറോ മലബാർ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സീറോ മലബാർ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സീറോ മലബാർ സഭയുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. മരിച്ചുപോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും കർത്താവിന്റെ കരുണയ്ക്കായി സമർപ്പിക്കാം. അഭിവന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും പൂർവികരുടെയും എല്ലാ മക്കളുടെയും ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായ വിധത്തിൽ ആരോരും പ്രാർത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണത്തെ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഓർത്ത് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. എല്ലാ രോഗികളായ മക്കളെയും സ്നേഹത്തോടെ ഓർക്കാം. കർത്താവിന്റെ വലിയ കരുണ രോഗത്തിന്റെ മേഖലകളിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ചും നമ്മുടെ യുവമക്കളും കുഞ്ഞുമക്കളും ഒക്കെ ഒത്തിരിയേറെ മക്കള് രോഗാവസ്ഥയിൽ വേദനിക്കുന്നുണ്ട്. എല്ലാ രോഗികളായ മക്കളെയും കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ എന്ന്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു.
നമ്മുടെ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ നമുക്ക് കർത്താവിലേക്ക് സമർപ്പിക്കാം. ഈ ആലയത്തിലെ ശുശ്രൂഷകൾ അനേക മക്കള് ഈ ആലയത്തിലേക്ക് ഇവിടുത്തെ നിത്യാരാധനയിലും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാ സഹായം തേടിയും കടന്നു വരുന്നു. നിരവധിയായ പ്രാർത്ഥനാ സഹായങ്ങൾക്ക് വേണ്ടി അനേക മക്കൾ വിളിക്കുന്നു, ധ്യാനത്തിനായി കടന്നു വരുന്നു, രണ്ടാം ശനി കൺവെൻഷന് വേണ്ടി കടന്നു വരുന്നു. ഇവിടെ വരുന്ന മക്കൾക്കൊക്കെ കർത്താവേ അങ്ങയുടെ ശക്തമായ ഇടപെടലും അതിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിലേറെ മാനസാന്തരങ്ങളും സംഭവിച്ച് യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തിയും അഭിഷേകവും പ്രാപിച്ച് സാത്താന്റെ ശക്തികളെ ബഹിഷ്കരിച്ച് വിടുതൽ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണം. അതിനുവേണ്ടി ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ അഭിഷിക്തരെ ശുശ്രൂഷകളെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. കാർമൽ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന അനേക മക്കളുണ്ട്. അവിടെ കുടുംബങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി സഹായിക്കുന്നവര്, പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്നവര്, ഇവിടെ വന്ന് സഹായിക്കുന്നവര്, അടുക്കള മുതൽ അൾത്താര് വരെ ശുശ്രൂഷിച്ച് സഹായിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് എല്ലാ കൃപകൾക്കും സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ വലിയ കരുണയോർത്ത് നന്ദി പറയാം. അവിടുത്തെ സ്നേഹത്തിന്റെ ശക്തമായ കുത്തൊഴുക്ക്, കരുണയുടെ പ്രവാഹം നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും ചൊരിഞ്ഞതിനെയോർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയും. കർത്താവിന്റെ കരുണയുടെ സംരക്ഷണമാണല്ലോ മക്കളെ തിരുരക്തം കൊണ്ട്, തിരുജലം കൊണ്ട് കോട്ടകെട്ടി തന്റെ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന കരുണ. ആ വലിയ കരുണയുടെ സംരക്ഷണത്തിലേക്ക്
നമ്മെ, നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ എല്ലാ ഉപജീവന മാർഗങ്ങളെയും, നമ്മുടെ വീടിരിക്കുന്ന മണ്ണ്, പറമ്പ്, കട, ഫാക്ടറി, ബിസിനസ് സ്ഥാപനങ്ങള്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, കർമ്മ ധ്യാന കേന്ദ്രം, നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്.